ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുളത്തിൽ നിന്ന് മീനൊക്കെ പിടിച്ച് കപ്പയും മീനും കൂടെ ഒന്ന് കഴിച്ചാലോ? കപ്പ പുഴുങ്ങിയതും തിലോപ്പിയ മീൻ ഫ്രൈയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വല കൊണ്ട് ഒരു കൂടുപോലെ ഉണ്ടാക്കി ഇന്നലെ തന്നെ കുളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ മീനൊന്നും കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനാണ് വന്നത്. കൊറോണ സമയത്ത് മീനൊന്നും കിട്ടാനില്ലായിരുന്നപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി അന്നുണ്ടാക്കിയ കൂടാണിത്. കുരുങ്ങിയ ലക്ഷണമുണ്ട്. ഒരു തിലോപ്പിയ മീൻ ചൂണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ ഒരു മീൻ മാത്രമേ കിട്ടിയുള്ളൂ. ഇതിനു മുൻപൊരു ദിവസം 2 മീൻ കിട്ടിയത് നേരത്തെ വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ്. ജീവനുള്ള മീനാണെങ്കിൽ ഫ്രീസറിൽ 1 മണിക്കൂർ വയ്ക്കുമ്പോഴത്തേക്കും അത് നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിന് റെഡിയായി കിട്ടും. മീനിനെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുക്കാം. ആ സമയം കപ്പ റെഡിയാക്കാം. 1 മൂട് കപ്പ മുഴുവനായിട്ട് പിഴുതെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ കപ്പയുടെ മൂട് അനക്കാതെ ആവശ്യത്തിനുള്ളത് മാത്രം കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. മീന് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായാണ് കട്ട് ചെയ്തെടുത്തത്. 1 കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഞാൻ 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി മീനിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാം.
ഞാനിതിലേക്ക് ഉപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് വെള്ളമോ പൊടിയോ നമ്മുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം. മസാല പുരട്ടി 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. കപ്പ അതിൻ്റെ പുറന്തോലെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. കപ്പ 2-3 തവണ നന്നായി കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. കട്ടുള്ള കപ്പയാണെങ്കിൽ 2 തവണയെങ്കിലും തിളച്ച വെള്ളത്തിൽ കപ്പയിട്ട് ഊറ്റിയെടുക്കണം. ഇത് കട്ടില്ലാത്ത കപ്പയായതുകൊണ്ട് തന്നെ 1 തവണയാണ് ഞാൻ വെള്ളം തിളപ്പിച്ച് വാർത്തെടുത്തിട്ടുള്ളത്. മീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പയുടെ കൂടെ കഴിക്കാൻ കാന്താരി മുളകും ഉള്ളിയും പുളിയൊക്കെ ചേർത്ത് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പകുതി സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയായിരുന്നാലും മതിയാകും. 10 കാന്താരി മുളകും ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഒരൽപ്പം വാളംപുളിയും ചേർക്കുന്നുണ്ട്. ഉള്ളിയും മുളകും ഈ ഒരു കണക്കിന് ചതച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവസാനം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്താൽ വളരെ രുചികരമായ കാന്താരി മുളക് പുളിച്ചമ്മന്തി റെഡിയായിട്ടുണ്ട്. കപ്പയും ഫിഷ് ഫ്രൈയും കാന്താരി മുളക് ചമ്മന്തിയൊക്കെ റെഡിയായിട്ടുണ്ട്. മീൻ പൊരിച്ചത് പുളിച്ചമന്തി. ടാപ്പിയൊക്ക മീൻ പൊരിച്ചത് പുളിച്ചമന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്